ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ടൈം കൊണ്ട് പ്രഷർ കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ എടുക്കാവുന്നതാണ്, പക്ഷേ വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ഇനി അതിലേക്ക് 2 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു 1/4 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി 1 ടീസ്പൂൺ ഗരം മസാലയോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം വലിയ ജീരകം പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറി വരണം. ഇപ്പോൾ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ കഴുകി വച്ചിട്ടുള്ള ഒരു ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ ഒന്ന് കോട്ടായി വരണം. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ പ്രഷർ മുഴുവനായിട്ടും പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ചിക്കനിലെ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കറി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതിയാകും. ഞാൻ ഈ ഒരു പാകത്തിനാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത്. നമുക്ക് എല്ലാ മെയിൻ ഡിഷിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.